ഹലോ, ഇന്ന് മറ്റൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇറച്ചിപ്പത്തിരിയാണ് ചെയ്യുന്നത്. സാധാരണ ഇറച്ചിപ്പത്തിരി ചെയ്യുന്ന അത്രയൊന്നും പണിയില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ഡോ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉപ്പും അതുപോലെ ഓയിലൊക്കെ മാവിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളുടെയൊക്കെ ആ കുത്തുന്ന ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സവാളയിൽ ബീഫൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബീഫും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് അരിഞ്ഞ മല്ലിയിലയാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഡോ നമുക്ക് നോക്കാം. ഡോ ഒക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഞാനിപ്പോൾ 2 ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈക്വലായിട്ടുള്ള 2 ബോളാക്കി മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് നല്ല വലിയൊരു പത്തിരിയായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഓരോ ചെറിയ ചെറിയ പൂരിയുടെ വലിപ്പത്തിലുള്ള പത്തിരി ആക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വലിയ ഒരു പത്തിരിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പൂരിയുടെ ഷേപ്പിലുള്ള ഓരോ ചെറിയ പത്തിരി ആക്കിയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം ലാഭിക്കുകയും ചെയ്യാം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പത്തിരി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ബോൾ വെച്ചിട്ടുള്ള ഇത്രയും പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള ബോൾ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ പത്തിരി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പത്തിരി വെച്ച് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല ലോക്കായിട്ട് കിട്ടിക്കോളും. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും ലീക്കാവാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് കൈകൊണ്ട് നുറിയാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്.
അപ്പോൾ ആദ്യത്തെ ഇറച്ചിപ്പത്തിരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ പത്തിരി വെച്ചിട്ടും ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലേ ഇത് പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ പത്തിരി ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇറച്ചിപ്പത്തിരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പത്തിരിയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പത്തിരിയും ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇത് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.